السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസീൽ അസീസ് 2021 ഫെബ്രുവരി 26 നടത്തിയ ജുമാ ഖുതുബയുടെ ചില ഭാഗങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നമ്മുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്നവരാരോ അവരെ തീർച്ചയായും നാം നമ്മുടെ മാർഗങ്ങളിൽ നയിക്കുന്നതാണ്. അല്ലാഹു നിശ്ചയമായും സദ്വൃത്തരുടെ കൂടെയാകുന്നു. നിങ്ങൾ മുസ്ലിങ്ങൾ ആണെന്ന് പറയുന്നത് കൊണ്ടോ നിങ്ങൾ ഈ നൂറ്റാണ്ടിലെ ഖലീഫത്തുള്ളാഹിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടോ കാര്യമില്ല. ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയുകയും ചെയ്യുന്നു. അവർ വിശ്വസിക്കുന്നു എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാ ഭാഗത്തു നിന്നും പരീക്ഷണങ്ങൾ അവരെ വരിഞ്ഞു മുറുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെത്തൊട്ടും സഹായത്തെത്തൊട്ടും അവർ നിരാശരായിത്തീരുന്നു. എന്നിട്ടവർ വളരെ മോശമായ തിന്മകളിൽ ആപതിക്കുന്നു. ഒരു യഥാർത്ഥ മുസ്ലിമിന് ഒരിക്കലും ഭൂഷണമല്ലാത്ത കാര്യങ്ങളിൽ അവർ വീണുപോകുന്നു. ശരിയായ ഇസ്ലാമിലെ ഒരാൾക്ക് യോജിക്കാത്ത പ്രവൃത്തിയിൽ അവർ ഏർപ്പെടുന്നു. മദ്യവും അതോടനുബന്ധമായ തിന്മകളും, സിഗരറ്റ് വലി, മയക്കുമരുന്ന്, ഇവ എൻ്റെ പ്രിയ അനുചരന്മാർ മാത്രമല്ല, എൻ്റെ മറ്റു മുസ്ലിം സഹോദരന്മാരും കുട്ടികളും ഈ മോശം പ്രവർത്തികളിൽ വീണിരിക്കുന്നു. ഇവയൊന്നും തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതല്ല. ഇവ നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനി വരുത്തുന്നതും വിശ്വാസ തകർച്ച വരുത്തുന്നതുമായ കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരാൾ തന്നെ പൂർണ്ണമായും സംസ്കരിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ഒരിക്കലും ദൈവത്തിലുള്ള പ്രതീക്ഷ കൈവിട്ട് കളയരുത്. ആത്മീയതയിലേക്കുള്ള വിജയത്തിൻ്റെ താക്കോലാണത്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധിച്ചത് ദൈവവും അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എങ്ങനെയാണ് മദ്യത്തെയും ചൂതാട്ടത്തെയും വെറുത്തതെന്നാണ്, അതുപോലുള്ള മറ്റു തിന്മകളെയും. ആയതിനാൽ ഈ വഴിയിലൂടെ തൃപ്തിപ്പെട്ടു പോകരുത്. പ്രസ്തുത വഴി സാത്താൻ നയിക്കുന്നതാണ്. അത് നിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിലൂടെ നിങ്ങളുടെ ആത്മീയത മരിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്കിത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. മനുഷ്യൻ ഒരു അത്ഭുത ജീവി തന്നെയാണ്. അവൻ്റെ അവസ്ഥ അത്ഭുതാവകം തന്നെ. സൃഷ്ടിപ്പോ അതിലും അത്ഭുതം. ശരീരമായാലും ആത്മാവായാലും ബുദ്ധിയായാലും ശരി, വളരെ വലിയ ഗൂഢാത്മക രഹസ്യങ്ങൾ അതിൽ കുടികൊള്ളുന്നു. സംഭ്രമജനകമായ കാര്യം തന്നെ. വസ്തുത ഇതാണ്, ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടത് പ്രത്യേക രൂപത്തോടെയാണ്. ഓരോരുത്തരിലും അന്തർലീനമായിരിക്കുന്നത് പ്രത്യേക തരത്തിലുള്ള സവിശേഷതകളുമാണ്. അവരിൽ കുടികൊള്ളുന്നത് അത്തരം വാസനകളാണ്. അവനെ അത് നല്ലതിലേക്കും ചീത്തയിലേക്കും നയിക്കുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ മനുഷ്യൻ തൻ്റെ ഇച്ഛകളുടെ അടിമയായിത്തീരുന്നു. തൻ്റെ
താനെന്ന ഭാവത്തിന് അടിമയായിത്തീരുന്നു. തൻ്റെ അത്യാഗ്രഹത്തിന് കീഴടങ്ങുന്നു. മറ്റു ചിലപ്പോൾ തൻ്റെ ദുരഭിമാനത്തിന് കീഴടങ്ങുന്നു. മറ്റു ചിലപ്പോൾ അവൻ മറ്റുള്ളവരുടെ മേൽ ആധിപത്യത്തിനായി ശ്രമിക്കുന്നു. ഇഹലോക സമൃദ്ധിയുടെ പുറകെ പോകുന്നു. എന്നിട്ടവൻ ഇഹലോക മഹത്വം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ എന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. എൻ്റെ സത്യതയ്ക്ക് അവർ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ജമാഅത്തു സഹീൽ ഇസ്ലാമിൻ്റെ സത്യതയ്ക്കും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്നാൽ പ്രസ്തുത സത്യത അംഗീകരിച്ച് അതിനെ പിന്തുടരുവാൻ അവർ വിമുഖത കാണിക്കുന്നു. കാരണം അവർ പിന്തുടരുന്ന തിന്മകൾ കാരണമായിട്ടാണത്. ഒരു പരിശുദ്ധ ജമാഅത്തിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് പ്രവേശിക്കുവാൻ കഴിയുക? ഞങ്ങൾ സമ്പൂർണ്ണമായും തിന്മകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ആരെങ്കിലും ഈ സത്യം അംഗീകരിക്കുന്നുവെങ്കിൽ അവർ മുന്നോട്ട് വന്ന് ഈ സത്യത്തെ അംഗീകരിക്കേണ്ടതാണ്. വിദ്യാഭ്യാസവും സംസ്കരണവും അതേ തുടർന്ന് വരുന്നതാണ്. അല്ലാഹു തആല അവൻ തന്നെയാണ് അവർക്ക് ഈ കഴിവ് നൽകുന്നത്. അതേ തുടർന്ന് അവർക്ക് മാപ്പം ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നിശ്ചയമായും ഇഴറിപ്പോയവരെ സഹായിക്കുന്നവൻ തന്നെയാണ്. നിത്യജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയവരെ അവൻ സഹായിക്കുന്നതാണ്. അല്ലാഹു തആല അവരുടെ ഉദ്ദേശങ്ങളിലെ ആത്മാർത്ഥത തന്നെയാണ് വിലയിരുത്തി വിധിക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിലും അവൻ്റെ ഈ നൂറ്റാണ്ടിൽ നിയോഗിതനായ ഖലീഫത്തുള്ളാഹിലും വിശ്വസിക്കുന്ന മുസ്ലിം വിശ്വാസികളാണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ നിങ്ങളുടെ മൂക്ക് ഞെക്കുകയും കയ്പുള്ള മരുന്ന് കുടിക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അസുഖം മാറുകയുള്ളൂ. വിശ്വാസം ഉണ്ടാവുക എന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരു മുസ്ലിമിന് തീർച്ചയായും ഒരു മുസ്ലിം ശരീരവും ഒരു മുസ്ലിം ആത്മാവും ഉണ്ടായിരിക്കണം. അവൻ സ്വയം സംസ്കരിക്കുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. എന്നിട്ടാണ് അവൻ മറ്റുള്ളവരെ സംസ്കരിക്കുവാൻ പരിശ്രമിക്കേണ്ടത്. എന്നിട്ട് അവരെ ദൈവത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിപ്പിക്കുവാൻ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആത്മാവിനും നമുക്ക് കഴിയണം. നമ്മുടെ സ്വന്തം ശരീരത്തിലാണ് അത് നടപ്പിലാക്കേണ്ടത്. അല്ലാഹു തആല അത്ഭുതകരമായ നിലയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ്റെ നാവ്, അവൻ്റെ കണ്ണുകൾ, അവൻ്റെ ചെവികൾ, അവൻ്റെ ഹൃദയം, അവൻ്റെ കൈകാലുകൾ എല്ലാം അത്ഭുതാവകം തന്നെയാണ്. ഇവ കൊണ്ടെല്ലാം നന്മകൾ പ്രവർത്തിപ്പിക്കുവാനും തിന്മയെ ദൂരെ മാറ്റി നിർത്തുവാനും കഴിയുന്നതുവരെ ഒരാൾ സംസ്കൃതനാകുന്നില്ല, ഒരാൾ മുസ്ലിമുമാകുന്നില്ല. ഈ തന്നിരിക്കുന്ന അത്ഭുതകരമായ സൃഷ്ടി വൈഭവങ്ങളെ മുഴുവൻ നന്മയിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ മാത്രമാണ് അവന് മുസ്ലിം എന്ന പദവി ലഭിക്കുന്നത്. അങ്ങനെ നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഈ ശരീരാവയവങ്ങളെയും അതിൽ കുടികൊണ്ടിരിക്കുന്ന ആത്മാവിനെയും ശുദ്ധീകരിക്കുന്നതിനായി ഏറ്റവും ഉത്തമമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കിക്കൊണ്ട് ഈ ലോകം വിട്ടു പോകുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹി ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.